ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു മന്തിയുടെ റെസിപ്പിയും ഇൻക്ലൂഡാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം നടന്നിട്ടുണ്ട്. അതിന് ശേഷം വേഗം തന്നെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ്. നമ്മൾ സിറ്റ് ഔട്ടും ആ ഒരു മുൻപിലുള്ള കാർപ്പറ്റ് ഇടലും ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വൃത്തിയായിരിക്കും കേട്ടോ. നമ്മളെ വീടിന് ഒരു 6-6:15 ആയ സമയത്ത് നൗഷാദ് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോഴേക്കും എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിക്കുക. കുട്ടിയൊക്കെ കൊടുത്തയക്കാനുണ്ടെങ്കിൽ വേഗം കൊടുത്തയക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ദിവസം ഞാൻ അന്നത്തെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അത് തന്നെയാണ് കേട്ടോ കുട്ടിയൊക്കെ കൊടുത്തയക്കുകയും ചെയ്യുക. അന്ന് പിന്നെ രാവിലെ തന്നെ ലഞ്ചാക്കുന്ന പരിപാടി ഉണ്ടാവില്ല. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുക. എന്നാൽ പിന്നെ ചൂടുണ്ടാവുകയും ചെയ്യുമല്ലോ കഴിക്കുന്ന സമയത്ത്. രാവിലെ സാധാ ഫുഡാണെങ്കിൽ അവർക്ക് കൊടുത്തയക്കാൻ അങ്ങനെ ചോറൊക്കെ രാവിലെ തന്നെ വെക്കും. അപ്പോൾ അതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നടക്കുന്നത്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കിച്ചണൊക്കെ ക്ലീനായിട്ടിരുന്നിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വരുന്ന സമയം ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ്. അപ്പോൾ നമ്മൾ കിച്ചണൊക്കെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയിടുക. ആദ്യം ഞാൻ ഒരു ക്ലോത്ത് കൊണ്ട് നനഞ്ഞ ക്ലോത്ത് കൊണ്ട് ഒന്നിങ്ങനെ തുടച്ചിടും. പിന്നെ ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിടും. അപ്പോൾ നല്ലൊരു വൃത്തിയായിക്കോട്ടോ. അത് ഉണങ്ങുന്ന സമയത്ത് നമ്മളെ ചെടികളൊക്കെ ഒന്ന് സ്ഥാനം തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക. ഇന്ന് തുടക്കുന്നൊന്നുമില്ല, വെറുതെ ഒന്ന് അടിച്ചു വാരിടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നൊന്നും ഞാൻ തുടക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇന്നലെ തുടച്ചതാന്ന് വിചാരിച്ചിട്ട് ഇന്ന് തുടക്കൂല, അങ്ങനെയല്ല. ഞാൻ എവിടെയാണോ നാശമായി കിടക്കുന്നത് അവിടെ അങ്ങ് നന്നാക്കിയിടും. അപ്പോൾ തുടക്കേണ്ട ദിവസം ആകുന്നത് 2-3 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ തുടക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്നിടവിട്ട് തുടക്കും, അങ്ങനെയൊക്കെയാണ്. വൃത്തികേടാകുന്നതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ നന്നാക്കുക. അല്ലാതെ ഇങ്ങനെ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം എനിക്ക് ആദ്യമേ ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടാൽ തന്നെ നല്ലോണം ഒന്ന് ഒതുക്കി പെറുക്കുകയും ചെയ്യാം. നമ്മൾ വീട്ടിലല്ലെങ്കിൽ സ്ഥാനം തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കുക. അതൊക്കെ കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാനിതാ മന്തിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിക്കും. പറയാൻ വിട്ടുപോയി, കുരുമുളകിൻ്റെ മണി കൂടി വേണം. ഒരു 10-12 എണ്ണം മതി. അതും കൂടി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1-2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ വെള്ളം തിളച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് എന്തായാലും നമ്മൾ അരിയിലേക്ക് പിടിച്ചിരിക്കണം. അത് ശ്രദ്ധിച്ചിടണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. പിന്നെ അതാ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ അരി എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് സെല്ലാണ്. അപ്പോൾ അത് കുതിർത്ത് വെക്കൊന്നും വേണ്ട, വേഗം തന്നെ കഴുകി അതിലേക്ക് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ റെഡ് അരിയാണെങ്കിൽ ഞാൻ കുതിർത്ത് വെക്കാറില്ല, അങ്ങനെ കഴുകിയിട്ട് അപ്പോൾ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഒരു 95% തന്നെ അരി വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ ഞാൻ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അരി ഇട്ടപാടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോഴത്തന്നെ നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് ആക്കിയതിന് ശേഷം അടച്ചു വെക്കുക. പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കതിലേക്കൊരു അരമുറി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മളെ അരിയൊക്കെ നല്ല വെന്തിട്ടുണ്ടാവും, എന്നാൽ പിന്നെ കുഴഞ്ഞു പോവാതെ ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറുനാരങ്ങ നീര് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ അരിയൊക്കെ ഒരു 95% വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കുക.
ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ എല്ലാം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഈ അരി ഇട്ട പാടെ നമ്മൾ ഇറച്ചിയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ അരിയൊക്കെ അതാ അവിടെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ കുക്കറിലേക്ക് നമ്മൾ ഇറച്ചിയൊക്കെ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇനി ചിക്കനായാലും ശരി ബീഫായാലും ശരി ഞാൻ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഴയില വെക്കുന്നത്. ഒട്ടും അടി പിടിക്കില്ല, നമുക്ക് അപ്പം തന്നെ കുക്കറൊക്കെ കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ അളവിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു പാക്കറ്റിൽ 2 ക്യൂബ്സ് ആണല്ലോ ഉണ്ടാവുക, മാഗി ക്യൂബ്, അത് 2 എണ്ണം വേണം. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ ഒരു ഡ്രൈ ലെമണും നമ്മൾ ആ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു പകുതിയോളം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു പിടിയോളം മല്ലിയിലയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഈ ഒരു ക്യാപ്സിക്കും മല്ലിയിലയും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം വലിയ ജീരകവും 1 ടീസ്പൂണോളം ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ഒരു മസാലപ്പൊടികൾ അതിലേക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പം കുരുമുളകൊന്നും പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് അങ്ങനെ ഇടുക. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, ജീരകങ്ങൾ ഒക്കെ അങ്ങനെ ഇടുക. ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് യോജിച്ച് കിട്ടും നമ്മൾ പൊടികൾ ഇടുമ്പോഴാണ്. ഇനിയിപ്പോൾ ഇതൊന്നായിട്ട് നമ്മൾ ആ ഒരു ടൈമിൽ വറുത്ത് പൊടിച്ചിട്ടാലും മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഓയിലാണ് ഇതിനാവശ്യമുള്ളത്. അധികമൊന്നും വേണ്ട, 1/4 കപ്പ് ഓയിൽ. നമ്മൾ വെള്ളത്തോട് കൂടിയാണല്ലോ ബീഫ്, അതിലേക്ക് വേവിച്ച വെള്ളത്തോട് കൂടിയാണ് ബീഫ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വെള്ളവും ഈ ഒരു ഓയിലും മാത്രം മതിയാവും. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ ചൂടുള്ള ആ ചോറും കൂടി ഒന്ന് നിരത്തി കൊടുക്കുക. നല്ല ഈസി ആയിട്ടുള്ളൊരു മന്തിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പല രീതിയിലും വെച്ച് നോക്കിയിട്ടുണ്ട്. ഈ ഒരു കുക്കറിൽ വെച്ച് ദം ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റൊന്നും എനിക്ക് നമ്മൾ പോട്ടിലൊന്നും വെച്ചിട്ട് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ പോട്ടിലാണ് നമ്മൾ കൂടുതലൊക്കെ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഫോയിൽ പേപ്പർ അതിൻ്റെ മേലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സിമ്മിൽ വെച്ചാൽ മതി. അതും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ കുക്കറിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നമ്മൾ അരി വേവിച്ചത് മുഴുവനായിട്ടും ഈ ഒരു കുക്കറിൽ കൊണ്ടിട്ടില്ല. അപ്പോൾ 1 കിലോ ഫുള്ളായിട്ട് ഇതിൽ ഫില്ലാവുന്നില്ല. അപ്പോൾ ഞാൻ അരി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ചോറ് എന്നിട്ട് നമ്മൾ ദം ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ആ ഒരു ചോറും കൂടി ഇതിലേക്ക് മിക്സ് ആക്കിയാൽ മതി. ഒരു കുഴപ്പം വരില്ല. കറക്റ്റായിട്ട് തന്നെ ആ ഒരു ചോറിൻ്റെ കൂടെ ഈ ഒരു ഇതും കൂടി റെഡി ആയി നിന്നോളും. അപ്പോൾ അതാ ഞാൻ ചോറൊക്കെ കുക്കറിലേക്ക് ഫില്ല് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു ചാർക്കോളോ ഇനി ചിരട്ട കത്തിച്ചിട്ടോ എന്തായാലും വേണ്ടില്ല, നമുക്കൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യണം. പിന്നെ ഞാനിത് കളറൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി വെറും പച്ചവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 4-5 പച്ചമുളക് അങ്ങനെ മേലെ കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ചാർക്കോളോ പിന്നെ ചിരട്ട കത്തിച്ചതോ എന്തെങ്കിലും ഈ ഒരു ടൈമിൽ നമ്മൾ ആക്കി വെക്കണം. എന്നാൽ പിന്നെ ഇതൊക്കെ ആക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിൽ ചാർക്കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ കത്തിച്ചെടുക്കുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ഓയിൽ ഒഴിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്മോക്കൊക്കെ വരിക. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മളെ മന്തിക്ക്. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു ടൈമിൽ വേഗം തന്നെ അടച്ച് വെച്ച് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഇത് ഒറ്റൊരു വിസിൽ അടിച്ചാൽ മതി. എന്നിട്ട് ഓഫാക്കി അവിടെ ഇടുക. പിന്നെ അതിൻ്റെ ഒരു ആവി പോകുന്നത് വരെ വെച്ച് കൊടുക്കുക. നമ്മൾ ബീഫിൽ ആ ഒരു വെള്ളവും ആക്കിയതുകൊണ്ട് ഒരിക്കലും ഇത് ഡ്രൈ ആയി പോവില്ല, ഉറപ്പാണ്. ഇതാ നല്ല അടിപൊളി ചോറായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ആവിയൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ നമ്മളെ പോട്ടിലേക്ക് മാറ്റുന്നത്. ആ ഒരു ടൈമിൽ അടിയിലും പിടിച്ചിട്ടില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് റൈസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാഴയിലൊക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വാടി അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അതിൻ്റെ ആ ഒരു നീരും അതിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ വാഴയിലൻ്റെ സ്മെല്ല് വരൂലേ, ടേസ്റ്റ് വരൂലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാൽ നല്ല അടിപൊളി റൈസ് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ തന്നെ വെക്കുന്നത്.
ഇനിയിപ്പോൾ ഒരു വിസിലടുപ്പിക്കണമെന്നില്ല, അതടിക്കാനാവുന്ന സമയത്ത് ഓഫാക്കിയിട്ട് ആവി പോകുന്നത് വരെ അവിടെ വെച്ചാലും മതി. എന്നാൽ പിന്നെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒന്നും പുറത്തേക്ക് പോവുകയില്ല. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു വിസിലടിച്ച് പോയി എന്ന് വെച്ചിട്ട് അതും പ്രശ്നമില്ല. അപ്പോൾ അതാ ഞാനെല്ലാം ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മളെ മന്തി റെഡിയായും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്തിക്കായാലും ബിരിയാണിക്കായാലും ഒക്കെ കുറച്ച് വലിയ വലിയ പീസുകളാക്കി കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബീഫൊക്കെ നല്ലത്. ബീഫായാലും ചിക്കനായാലും ഒക്കെ അധികം വലുതല്ല, എന്നാൽ ഒരു മീഡിയം പീസിൽ കിട്ടുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഞാൻ കളറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മളെ മന്തിയിലേക്ക് ഇങ്ങനെ മഞ്ഞൾപ്പൊടി എന്തെങ്കിലും അങ്ങനെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. കളർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയാണ്. പിന്നെ അതാ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ചൂടോടെ തന്നെ മന്തി കഴിക്കാമല്ലോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നിസ്കരിക്കുമ്പോൾ എന്താണ് ഈ ഡ്രസ്സ് ഇടുന്നത്, നമ്മൾ രാവിലെ മുതലേ ഇട്ട ഡ്രസ്സല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഒരു ഡ്രസ്സ് ഇടും. പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ഇടാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റി അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത്. എന്നാൽ പിന്നെ അതിട്ടതിന് ശേഷം നമ്മൾ നിസ്കരിച്ച് കഴിയുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ എടുത്തിടുകയും ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ നമ്മൾ മന്തിയൊക്കെ അടിപൊളിയായി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ മന്തിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാളീൻ്റെ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അച്ചാറും ഉണ്ട്. മയോണൈസൊന്നും ആക്കിയിട്ടില്ല, അതൊക്കെ ഇടയ്ക്കേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.